വചനത്തിലേക്ക് തിരിയാം. പരിശുദ്ധനും സത്യവാനുമായ നമ്മുടെ കർത്താവിന്റെ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി തന്നെത്താൻ ക്രൂശിൽ അർപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കും. ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്ന ഈ കൂട്ടായ്മ തികച്ചും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, ശക്തീകരണത്തിന് ഒക്കെ കാരണം ആകുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ധാരാളം ഇതുപോലെയുള്ള കൂടിവരവുകൾ ലോക്ക്ഡൗൺ കാലത്ത് തുടങ്ങി. അത് പലതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ചിലത് പ്രതിദിനം, ചിലത് പ്രതിവാരം, വീക്കിലി. നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും കൂടി വരുവാനായിട്ട് ദൈവം അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. അതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ യാത്രയിൽ സഹയാത്രികരായ എല്ലാ വിശുദ്ധന്മാർക്കായിട്ടും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഒപ്പം നിങ്ങളേവരോടും ഉള്ള പ്രത്യേക ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രകാശിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മള് പരസ്യങ്ങൾ കൊടുത്തോ ആരെയെങ്കിലും പ്രത്യേകാൽ വിളിച്ചോ ഒന്നും വന്നവരല്ല. നമ്മളെല്ലാവരും അറിഞ്ഞ് കേട്ട് ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരാണ്. അതുകൊണ്ട് പുതുതായിട്ട് ഒരാൾ വരുന്നെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകിച്ച് പൊക്കി എടുത്തു പറയുകയോ, ഒരാൾ പോയാൽ അല്ലെങ്കിൽ വരാതിരുന്നാൽ എന്താണ് വരാത്തതെന്ന് നമ്മൾ ചോദിച്ച് അങ്ങോട്ട് പോവുകയോ ചെയ്യാറില്ല. അങ്ങോട്ട് അവരോട് ചോദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, വോളണ്ടിയറിൽ വരാനും പോകാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് അവർക്ക് ഒരു പ്രയാസം ആകേണ്ട എന്ന് കരുതിക്കൊണ്ടാണ്. സ്വമേധയാ ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന, പിന്നീട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അക്കാലത്ത് തുടങ്ങിയ പല ബൈബിൾ ക്ലാസ്സുകളും ഇതുപോലെയൊക്കെ ഉള്ളത് ബൈബിൾ സ്കൂളുകളുടെ രൂപം എടുത്തിട്ടുണ്ട്. സിലബസ് ഒക്കെ വെച്ച് പഠിപ്പിക്കുന്ന, സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന ബൈബിൾ സ്കൂളുകളുടെ രൂപം എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ പക്ഷെ താല്പര്യപ്പെട്ടില്ല. ചിലര് അങ്ങനെ ചെറിയ അഭിപ്രായമൊക്കെ എന്നോട് പറയുകയുണ്ടായെങ്കിലും അതിനോട് എനിക്ക് അധികം താല്പര്യം ഇല്ല. പിന്നെ വരുന്നവര് സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുന്നവരാകും. അപ്പം സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ സമയപരിധിയിൽ നിന്നുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി അവർ ഒരുക്കുന്ന ഒരു രീതിയാകും. ആ കാരണങ്ങൾ കൊണ്ട് ഞാൻ അതിന് താല്പര്യപ്പെട്ടില്ല. നമുക്കൊരുമിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന, ദൈവത്തെ നമുക്ക് കൂടുതൽ അറിയാൻ സഹായിക്കുന്ന, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് പഠിക്കുവാനായിട്ടാണ് താല്പര്യമുള്ളത്. ദൈവം അതിനായിട്ട് നമ്മെ ഇതുവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഹിതം എന്നുവരെയാണോ അതുവരെ ദൈവം നമ്മെ പിന്നെയും ഈ നിലകളിൽ വഴി നടത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലന് ഉണ്ടായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് 19-ാമത്തെ അധ്യായം, അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ 2 പ്രത്യക്ഷതകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. 2 മാനിഫെസ്റ്റേഷൻസ് ഓഫ് ജീസസ്. 2 പ്രത്യക്ഷതകൾ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 2 പ്രത്യക്ഷതകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ച
ഞങ്ങളുടെ ചർച്ചിലും ഞാൻ ഈ കാര്യം പറഞ്ഞു. പഴയ നിയമത്തിൽ പലർക്കും ദൈവം പ്രത്യക്ഷനായിട്ടുണ്ട്. പഴയ നിയമത്തിൽ പലർക്കും. ആദാം ഹവ്വമാർക്ക് സാധാരണമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് അബ്രഹാം മുതൽക്ക് ആ പ്രത്യക്ഷത, അതിനെ വേദശാസ്ത്ര ഭാഷയിൽ തിയോഫനീസ് എന്ന് വിളിക്കും, ദൈവത്തിന്റെ പ്രത്യക്ഷത. മറ്റു ചിലയിടത്ത് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ക്രിസ്റ്റോഫനീസ്, ക്രിസ്തു പ്രത്യക്ഷതകളുമുണ്ട്. ആ പ്രത്യക്ഷതകളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന പ്രത്യക്ഷതകൾ രണ്ടും വ്യത്യസ്തമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? യേശുക്രിസ്തുവും അല്ലെങ്കിൽ ദൈവം പഴയ നിയമത്തിൽ പ്രത്യക്ഷരായിട്ടുണ്ട്. അബ്രഹാമിന് പല സമയങ്ങളിൽ, പ്രത്യേകിച്ച് മമ്രയുടെ തോപ്പിൽ അബ്രഹാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 പേര് യാത്രക്കാർ പോകുന്നു. അവരെ വിളിച്ച് അവരുടെ പാദം കഴുകാൻ വെള്ളമൊക്കെ കൊടുത്ത്, കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത്, അപ്പവും ഇറച്ചിയുമൊക്കെ തയ്യാറാക്കി അവർക്ക് ഭക്ഷണം ഒരുക്കി യാത്രയാക്കും. അതൊക്കെ അക്കാലത്തെ ഒരു സംസ്കാരമായിരുന്നു, സാധാരണ ചെയ്തു വരുന്ന കാര്യങ്ങളായിരുന്നു. ഇന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു സംസ്കാരം നമ്മുടെ ഉത്തരഭാരതത്തിലെ ഒരു ജീവിത രീതിയോട് വളരെ കോർത്തിണക്കി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉത്തരേന്ത്യയിലും അങ്ങനെയൊക്കെയായി. ഇപ്പം പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയി ആൾക്കാർക്ക്. നേരത്തെ അങ്ങനെയല്ല, ഗ്രാമങ്ങളിലൂടെ നടന്നാണ് പോകുന്നത്. ഞാനും ഉത്തരേന്ത്യൻ ജീവിതം തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു. കിലോമീറ്ററുകൾ നടന്നാ പോകുന്നത്. അങ്ങനെ ആ ഗ്രാമക്കാരല്ലാത്ത മറ്റൊരു ഗ്രാമത്തിലെ ആള് അതുവഴി പോകുമ്പോൾ ഗ്രാമക്കാർക്കെല്ലാം അറിയാം, ഇയാൾ അല്ലെങ്കിൽ ഇവർ നമ്മുടെ ഗ്രാമക്കാരല്ല. അപ്പോൾ ആ ഗ്രാമക്കാർ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ, എങ്ങോട്ട് പോകുന്നവരാ? അപ്പോൾ ദൂരെ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ അവരെ വിളിച്ചിരുത്തും. മരത്തണലിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, വേറെ ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി പോലും ഇല്ല. മരത്തിന്റെ തണലിലൊക്കെ കയറ് കൊണ്ടുണ്ടാക്കിയ കട്ടില് ചിന്തേരിട്ട് ആശാരി ഉണ്ടാക്കിയൊന്നുമല്ല. 4 കാല് കാട്ടിന്ന് പൊട്ടിക്കൊണ്ടുവന്ന മരത്തിന്റെ 4 പീസ്, അതേൽ വേറെ നീളമുള്ള മരത്തിന്റെ 4 കാല് കെട്ടി, കയറുകൊണ്ട് കെട്ടി അങ്ങോട്ടിരിക്കുന്ന അങ്ങനെയുള്ള കയറുകെട്ടിലൊക്കെ ഇട്ടായിരിക്കും ആൾക്കാർ ഈ മരത്തിന്റെ തണലിൽ ഇരിക്കാറ്. അപ്പൊ ഈ അതിഥികളെ ആ കട്ടിലയിൽ ഇരുത്തി അവർക്ക് വെള്ളം കൊടുക്കും, കുടിപ്പിക്കും, ആഹാരം വേണമെങ്കിൽ ആഹാരം കൊടുക്കും. ഇതൊക്കെ ഒരു സംസ്കാരമാണ്. ഇന്നും നമ്മുടെ ഉത്തരഭാരത ഗ്രാമങ്ങളിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അബ്രഹാമും ഈ 3 പുരുഷന്മാരെ കണ്ടുകൊണ്ട്, പരിചയമില്ലാത്തവരായതുകൊണ്ട്, കാൽനടക്കാരായതുകൊണ്ട് അവരെ തന്റെ അടുക്കൽ മരച്ചുവട്ടിൽ വിളിച്ചിരുത്തി ഒന്ന് ക്ഷീണമൊക്കെ അകറ്റി യാത്ര അയച്ചു. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, അറിയാതെയായിരുന്നു അതിഥികൾ എന്ന നിലയിൽ സൽക്കരിച്ചതെങ്കിലും അവര് ദൈവദൂതന്മാരായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊരു പ്രത്യക്ഷതയായിരുന്നു, ദൈവത്തിന്റെ പ്രത്യക്ഷത, ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിക്കുകയോ അവരുടെ എന്തെങ്കിലും ആ തൽക്കാല ജീവിതത്തിന്റെ ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിക്കാണ് മാനിഫെസ്റ്റേഷൻസ്, പ്രത്യക്ഷതകൾ എന്ന് നാം തിരുവെഴുത്തിൽ കാണുന്നത്. ശിംശോന്റെ പപ്പായുടെയും മമ്മിയുടെയും അടുത്ത് വന്നതും ഇങ്ങനെ ഒത്തിരി പ്രത്യക്ഷതകൾ നമുക്ക് കാണാം. അതെല്ലാം അല്പസമയത്തേക്ക്, അവിടങ്ങളിൽ ഒന്നും മനുഷ്യരൂപത്തിൽ കാണപ്പെട്ടെങ്കിലും അവർ അവിടെ ഒന്നും മനുഷ്യദേഹം
കൈക്കൊണ്ടിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? പഴയ നിയമത്തിൽ ദൈവ പ്രത്യക്ഷതകൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ, തിയോഫനീസ് ഓർ ക്രിസ്റ്റോഫനീസ്, അവിടങ്ങളിലൊക്കെ മനുഷ്യരൂപത്തിൽ ദൈവം ചില ഭക്തന്മാരുടെ അടുക്കൽ വന്നു, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷരായി. പക്ഷെ അതൊന്നും തന്നെ എന്തായിരുന്നില്ല? ജഡധാരണങ്ങളായിരുന്നില്ല. ജഡമെടുപ്പൽ, സാധാരണ ഭാഷയിൽ ഇൻകാർണേഷൻ, ജഡധാരണമായിരുന്നില്ല. അങ്ങനെ കാണപ്പെട്ടു, പെട്ടെന്ന് ഒന്ന് മിന്നി, ഒന്ന് കണ്ടു, മറഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ പ്രത്യക്ഷതയും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് 19 11 മുതൽ 16 വരെ കാണുന്ന രണ്ടാമത്തെ പ്രത്യക്ഷതയും പഴയ നിയമത്തിലെ പ്രത്യക്ഷതകളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്തെന്നാൽ യേശുക്രിസ്തു ജഡമെടുത്തു, പെട്ടെന്ന് ഒന്ന് കാണപ്പെടുകയായിരുന്നില്ല. ക്രിസ്തു അക്ഷരീയമായ ജഡത്തിൽ വന്നു, ജഡം സ്വീകരിച്ചു. അതുകൊണ്ടാണ് പൗലോസ് സുവിശേഷത്തെ പറ്റി പറയുമ്പോൾ പറയുന്നത്, ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത ഒരു ജഡസ്വീകാര്യമായിരുന്നു, ഒരു ജഡസ്വീകരണം. അക്ഷരീയമായ ജഡമെടുത്ത് യേശു ഭൂമിയിൽ വന്നു. അതിനെയാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ പ്രത്യക്ഷത എന്ന് വിളിക്കുന്നത്. അത് പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു, മനുഷ്യന്റെ അല്ല സർവ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പ് സാധ്യമാക്കാനായിരുന്നു. സ്തോത്രം. എല്ലാവർക്കും മനസ്സിലേക്ക് കാണുമെന്ന് കരുതുന്നു. പഴയ നിയമ ദൈവീക പ്രത്യക്ഷതകളിൽ നിന്ന് പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രത്യക്ഷതകൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ആർക്കും സംശയങ്ങളില്ലല്ലോ ഇതില്? ശരി. അപ്പോൾ നാം ഈ വെളിപ്പാട് 19 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ പ്രത്യക്ഷതയും ഇപ്പോൾ ഉള്ള രണ്ടാമത്തെ പ്രത്യക്ഷതയും തമ്മിൽ ഉള്ള ഒരു താരതമ്യ പഠനമാണ് നടത്തുന്നത്. അതിലേറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഏതൊക്കെ വാക്യങ്ങളായിരുന്നുവെന്ന്, അല്ലെങ്കിൽ വിഷയം ഏതായിരുന്നുവെന്നും എല്ലാവർക്കും ഒരുപക്ഷെ ഓർമ്മ കാണും അല്ലേ? ഏതാ സുജ എന്താ പറഞ്ഞേ? രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നതിനെ. 13-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ ഈ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ അഥവാ ജഡധാരണത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചില്ല. ധരിച്ചു എപ്പോൾ മാത്രം? ഗബ്ബഥായിൽ വെച്ച് യേശുവിനെ സ്വന്തം വസ്ത്രം ഉരിഞ്ഞ് ചാട്ടയ്ക്ക് അടിച്ച് തല മുതൽ പാദം വരെ, ആപാദചൂഢം എന്ന് വിളിക്കപ്പെടുന്ന ആരവസ്ഥ, തല മുതൽ പാദം വരെയുള്ള മുഴുവൻ അവയവങ്ങളിൽ നിന്നും അടികൊണ്ട് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ രക്തത്തിന്റെ അളവ്
കാഴ്ചക്കാര് മനസ്സിലാക്കാതിരിക്കേണ്ടതിന് റോമൻ പടയാളികൾ യേശുവിനെ ചുവന്ന മേലങ്കി അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ ചുവന്ന പുതപ്പ് എന്ന് വെച്ചോളൂ ധരിപ്പിച്ചു. എന്നാൽ അതിന്റെ ആത്മീയ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ പാപം ചുമക്കുന്നതിന്റെ പ്രതീകമായിരുന്നു. അപ്പോൾ അന്ന് യേശു, അതായത് ഒന്നാം പ്രത്യക്ഷതയിൽ യേശു രക്തം തളിച്ച ഉടുപ്പ് ഇവിടെ പറയുന്നത് പോലെ ധരിച്ചില്ല. ഇനി അല്ല, ആ ചുവന്ന മേലങ്കി ധരിച്ചത് തന്നെ അതാണെന്ന് വെച്ചാലും അത് സകല മാനവജാതിക്കും വേണ്ടി യേശു ചിന്തിയ സ്വന്ത രക്തം ആയിരുന്നു. അത് പ്രായശ്ചിത്ത രക്തത്തിന്റെ പ്രതീകമായിരുന്നു. ആ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ് വിശാലമായി. എന്നാൽ ഇപ്പോൾ ഈ 19-ന്റെ 13-ാം വാക്യത്തിൽ രക്തം തളിച്ച ഉടുപ്പ് എന്നുള്ളത് യേശുവിന്റെ സ്വന്തം രക്തമല്ല. ഇവിടെ കാണുന്നത് പ്രായശ്ചിത്ത രക്തമല്ല. പിന്നെന്ത് രക്തമാണ്? പ്രതികാരത്തിന്റെ രക്തമാണ്, അല്ലെങ്കിൽ ന്യായവിധിയുടെ രക്തമാണ്. തന്റെ ശത്രുക്കളുടെ മേൽ ക്രിസ്തു തന്റെ കോപം വെളിപ്പെടുത്തുന്ന ന്യായവിധിയുടെ, പ്രതികാരത്തിന്റെ, പകരം ചോദിക്കലിന്റെ രക്തമാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. അതിന് 15-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്. സ്തോത്രം. ജാതികളെ വെട്ടുവാൻ പുറപ്പെടുന്ന വായിലെ വാളും, പിന്നീട് താഴോട്ട് ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. അത് അർമഗദ്ദോനുമായി ബന്ധപ്പെട്ട ശത്രുക്കളുടെ മേൽ പ്രതികാരം നടത്തുന്ന ഒരു ചിത്രമാണ്. യെശയ്യാ 63-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ ആ കാര്യം മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ലെങ്കിൽ 13-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നത് 13-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. വേഴ്സ് 13. He is clothed in a robe dipped in blood, and the name by which he is called the Word of God. സ്തോത്രം. Here again we see another name given to Jesus, Word of God. യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു പേര് ദൈവവചനം. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി തരുന്നത് യോഹന്നാൻ തന്നെയാണ്, തൻ്റെ സുവിശേഷത്തിലും തൻ്റെ ലേഖനത്തിലും. യേശുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ, ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലൻ, ദ അപ്പോസ്റ്റൽ John. Also we can call him the prophet John. യോഹന്നാൻ എന്ന പ്രവാചകനെന്നോ അപ്പോസ്തലനെന്നോ യേശുവിന്റെ ശിഷ്യനെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഈ യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ തുടങ്ങിയത് തന്നെ യേശുവിനെ എങ്ങനെ സംബോധന ചെയ്തുകൊണ്ടാണ്? In the beginning was the Word, and the Word was with God. Yes. Word, logos. ലോഗോസിന്റെ അർത്ഥം നമുക്ക് അറിയാമായിരിക്കുമല്ലോ. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോഗോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന്. മൈൻഡ്, the very reason, യുക്തി, മനസ്സ് എന്നൊക്കെയാണ്. അഭിപ്രായം, ഈ നിലകളിലൊക്കെയാണ് യേശു
വചനമെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. വചനമെന്ന് പറഞ്ഞിട്ടുള്ളത്. തന്റെ ഒന്നാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശുവിനെ അവിടെ യോഹന്നാൻ വിളിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ജോൺ 1:1. ഹൗ ഡസ് ജോൺ address ജീസസ്? That which was from the beginning, which we have heard, which we have seen with our eyes, which we looked upon and have touched with our hands, concerning the word of life. Concerning the word of life. ജീവന്റെ വചനമെന്ന, ജീവന്റെ വചനം. ഇപ്പൊ യോഹന്നാന്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് യേശുവിന് വേണ്ടി ദൈവവചനം. ഇവിടെയും നാം കാണുന്നത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം. യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം, ദ ലോഗോസ്, ദ വേർഡ്, ദ റീസൺ. അപ്പൊ യേശു ക്രിസ്തുവിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേരാണ് ദൈവവചനം. എന്ന് വെച്ചാൽ the very embodiment of what is in the mind of God. The very embodiment. ദൈവത്തിന്റെ മനസ്സിലിരിപ്പിന്റെ ആൾരൂപമെന്ന് നമുക്ക് പറയാം. വചനത്തെ നമുക്ക് അങ്ങനെ വിളിക്കാം. ദൈവത്തിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വിൽ, ഇച്ഛ എന്ന് പറഞ്ഞാൽ, ദ റീസൺ, ദൈവത്തിന്റെ യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ മനസ്സിലിരിപ്പിന്റെ, ദൈവ ഇഷ്ടത്തിന്റെ ഒരു ദൃശ്യ ആവിഷ്കാരം. ഒരു ദൃശ്യാവിഷ്കാരം. വിസിബിൾ ഫോം ഓഫ് വാട്ട് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗാഡ്. സ്തോത്രം. അപ്പോൾ യേശുവിനെ ഇവിടെ വിളിക്കുകയാണ് ദൈവ വചനം, ദൈവത്തിന്റെ വചനം. സ്തോത്രം. അപ്പോൾ യേശുവിന് കൊടുത്തിരിക്കുന്ന പേരാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ശരി, അവിടെ നിന്ന് മുൻപോട്ട് പോകാമല്ലോ. യേശുവിന്റെ പേഴ്സണാലിറ്റിയാ, ദ വെരി പേഴ്സൺ ഓഫ് ജീസസ്. യേശുവിന്റെ ആളത്വത്തെ കാണിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യക്ഷതയിലും യേശു ദൈവവചനമായിരുന്നു. ഇപ്പോഴും യേശു ദൈവവചനം തന്നെ. അവന്റെ ആളത്വത്തിന്, യേശുവിന്റെ അസ്തിത്വത്തിന് എന്തില്ല? മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. സ്തോത്രം. അൺചേഞ്ചബിൾ, ഇമ്മൂവബിൾ, ഒരു മാറ്റവുമില്ല. ഇഷ്ടാനിഷ്ടങ്ങൾക്ക്, സ്തോത്രം, അവന്റെ പ്രകൃതത്തിന് ഒന്നിനും എന്തില്ല? മാറ്റമില്ല. മാറ്റമില്ലാത്തവൻ എന്ന അർത്ഥം നമുക്ക് അവിടെ എടുക്കാം. അടുത്തത് 14-ാമത്തെ വാക്യം, വേഴ്സ് 14. എളുപ്പം. And the armies of heaven, arrayed in fine linen, white and pure, were following in him on white horses. 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, വേഴ്സ് 13-ൽ നമ്മൾ കണ്ടു, യേശു രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. പക്ഷേ യേശുവിന്റെ കൂടെ ഉള്ളവരോ ശുദ്ധമായ, നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു. യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ യേശു ഒറ്റയ്ക്കാ വന്നേ.
കാരണം അന്ന് അവൻ വന്നത് നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിപ്പാനായിരുന്നു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താനായിരുന്നു. അതിന് യേശു ആരെയും കൂട്ടുപിടിച്ചില്ല. എന്തിനേറെ 3 വർഷത്തിൽ പരം യേശുവിനൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ പോലും ആ സമയത്ത് യേശു തന്നിൽ നിന്നും അകറ്റി. ഓർമ്മ കാണും, ഗെത്സമനയിൽ യേശുവിനെ പിടിക്കാൻ വന്നവരോട് മഹാപുരോഹിതന്മാരും അവരുടെ ചേവകരും ഒക്കെ കൂടെ, യഹൂദ പട്ടാളം എന്ന് പറയാം, യഹൂദ മത സൈന്യം, അവരുടെ മതത്തിലെ ഏറ്റവും വലിയ ആളാണ് മഹാപുരോഹിതൻ. മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യഹൂദ പട്ടാളം, മതപട്ടാളമാണ്, റിലീജിയസ് ആർമി, യേശുവിനെ പിടിക്കാൻ വന്നു. യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഓ, ആയിക്കോട്ടെ. അപ്പോഴും യേശു ഒറ്റയ്ക്ക് ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ പോകുമ്പോഴും അതുവരെ സന്തത സഹചാരികളായിരുന്ന, കൂടെ നടന്ന, നിഴല് പോലെ പിൻപറ്റിയ തന്റെ ശിഷ്യന്മാരെ സുരക്ഷിതരായി മാറ്റി നിർത്തി. ഇവന്മാരെ വിടരുത്, ഇത്ര നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാ എന്നൊന്നും പറഞ്ഞ് നിർത്തിയില്ല. നിങ്ങളൊക്കെ എന്നെ വിട്ടിട്ട് പോവുകയാണോ? നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാരെ പോലെ ഇല്ല. ഇന്നത്തെ നേതാക്കന്മാരൊക്കെ നേരെ തിരിച്ച് ചെയ്തേനെ, നേരെ തിരിച്ച്. നമുക്കൊക്കെ അറിയാമല്ലോ, ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് പൂനെയില് ഒരു മൈനർ, പ്രായപൂർത്തിയായിട്ടില്ലാത്ത, അതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ലാത്ത ഒരു പയ്യൻ ഒരു ലക്ഷറി കാർ ഓടിച്ചുകൊണ്ട് വന്ന് ഒരു അപകടം ഉണ്ടാക്കി, മരണം സംഭവിച്ചു. 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലിയ കാശുകാരാ. അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഹയേർഡ് ഡ്രൈവർ ഉണ്ട്. ഡ്രൈവറിനോട് പറഞ്ഞു, നീ കുറ്റമേൽക്കണം, നീയാണ് വണ്ടി ഓടിച്ചതെന്ന് നീ പറയാം. അവൻ അത് ഏക്കത്തില്ല എന്ന് വന്നപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ വാർത്തയുണ്ട്. നമ്മളാണെങ്കിൽ ചെയ്യുന്നത്, മനുഷ്യ നേതാക്കന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്, നേതാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അണികൾ മുൻപോട്ട് വരും. ചിലർ അവര് തന്നെ കുറ്റം ഏറ്റെടുക്കും, ഇല്ലെങ്കിൽ കുറ്റം അവരുടെ മേൽ ചുമത്തും. എന്നാൽ യേശു എന്ന നേതാവ് ഇവിടെ ചെയ്ത കാര്യം നേരെ തിരിച്ച. എന്നാൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നേ? നസറായനായ യേശുവിനെ. അത് ഞാനാ, എന്നാൽ ഇവര് പൊയ്ക്കൊള്ളട്ടെ. പൊക്കോളം പറഞ്ഞു, മക്കളെ നിങ്ങൾ പൊക്കോ. അവരെ ഒഴിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇതുവരെ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ, ലാസറിനെ ഉൾപ്പെടെ ഉള്ളവരെ ഉയർപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്തപ്പോഴൊക്കെ കുറഞ്ഞത് 3 ശിഷ്യന്മാരെയെങ്കിലും യേശു കൂടെ കൂട്ടി. എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും കഠിനമേറിയ, ഏറ്റവും ഭാരമേറിയ കുരിശല്ല സത്യത്തിൽ നമ്മുടെ പാപത്തിന്റെ ഭാരമായിരുന്നു. ക്രൂശിനേക്കാൾ യേശുവിന് ഭാരം. യേശുവിന്റെ കൈകാലുകളിൽ ആഞ്ഞടിച്ചിറക്കിയ കൂർത്തുമൂർത്ത ഇരുമ്പാണികളായിരുന്നില്ല യേശുവിന് വേദന അധികം വരുത്തിയത്, നമ്മുടെ പാപങ്ങളായിരുന്നു. സ്തോത്രം. യേശുവിന്റെ മുഖത്ത് ഏറ്റ തുപ്പലല്ല, സ്പിറ്റിംഗ്, തുപ്പലല്ല. യേശുവിനെ കണ്ണുകെട്ടി മുഖത്ത് ഇടിച്ചതല്ല. യേശുവിന്റെ വിലാപ്പുറം, സ്തോത്രം,
കുത്തിത്തുളച്ചതല്ല വലിയ കാര്യം. യേശുവിന് അതിനേക്കാളൊക്കെ വേദന നൽകിയത് നമ്മുടെ പാപങ്ങളായിരുന്നു. ആ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണാൻ പോയപ്പോൾ യേശു ആരെയെങ്കിലും കൂടെ കൂട്ടിയോ? ഇല്ല, ആരെയും കൂടെ കൂട്ടിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ കാര്യം യേശു ഓർപ്പിച്ചത്, ഞാൻ ഇടയനെ വെട്ടും. And the sheep will be scattered, dispersed. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറും. സ്തോത്രം. അപ്പോൾ യേശു ഒറ്റയ്ക്കാ ക്രൂശിന്മേൽ കയറിയത്. എന്നാൽ ഈ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ നമ്മൾ കാണുന്നു, യേശു ഒറ്റയ്ക്കാണോ വരുന്നേ? അല്ല. സ്വർഗത്തിലെ സൈന്യം, ആ സൈന്യത്തിനകത്ത് സ്വർഗത്തിലെ സകല ദൂതന്മാരുമുണ്ട്. Innumerable angels, they accompany Jesus when he appears the second time. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ യേശുവിനെ അനുഗമിക്കുന്ന സ്വർഗത്തിലെ സൈന്യമുണ്ട്. സകല ദൂതന്മാരും, അതുപോലെ തന്നെ 2 സകല വിശുദ്ധന്മാരും. സകല ദൂതന്മാരും സകല വിശുദ്ധന്മാരും. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും. മഹാപീഡന കാലത്തെ രക്തസാക്ഷികൾ ഒഴികെ ഉള്ള എല്ലാ വിശുദ്ധന്മാരും ചേർന്നാണ് യേശുവിനെ അനുഗമിക്കുന്നത്. നമ്മൾ 19-ന്റെ 7, 8, 9 വാക്യങ്ങളിൽ കണ്ടു, കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കി ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചു. ഇവിടെ അതേ പ്രയോഗം നാം കാണുന്നു. യേശുക്രിസ്തു രക്തം തളിച്ച ഉടുപ്പാണിട്ടിരിക്കുന്നത്. അക്ഷരീയമായി യേശുവിന്റെ ദേഹത്തെ ചോരക്കറയൊന്നുമില്ല. ഇത് നമ്മെ കാണിക്കാൻ വേണ്ടി പ്രതീകാത്മകമായി, സിംബോളിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. എന്നാൽ നമുക്കത് അങ്ങനെ തന്നെ എടുക്കാം. യേശു രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ പ്രതികാരം നടത്തിയപ്പോഴും വേറെ ആർക്കും അതിൽ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ഉണ്ട് സൈന്യം മുഴുവനും കൂടെ. പക്ഷേ ആർക്കും യേശുക്രിസ്തുവിന് എന്നാൽ ഒരല്പസഹായം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വാളെടുക്കേണ്ടി വരുന്നില്ല. സ്തോത്രം. 2 സന്ദർഭത്തിലും പ്രവൃത്തി തികയ്ക്കുന്നത് ക്രിസ്തു തന്നെ. At the first appearance, Jesus was all alone on the cross to make the atonement for our sins. So also now, when he appears the second time for the consummation of salvation, when he fights against his enemies, even though the heavenly hosts accompany him, but no angel, no saint would have to take any action against Christ's enemies. Christ all alone is more than enough. He is sufficient to deal with even his enemies. ഒന്നാമത് വന്നപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താനും, രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ ശത്രുക്കളെ നിഗ്രഹിക്കാനും ക്രിസ്തുവിന് വേറെ ആരുടെയും സഹായം വേണ്ട. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രത്യേക യുദ്ധത്തിൽ
ക്രിസ്തുവിന്റെ സൈന്യത്തിൽപ്പെട്ട ആരുടെയും ഉടുപ്പ് മലിനമാകുന്നില്ല. ആരുടെയും ഉടുപ്പിൽ ആരുടെയും ശത്രുക്കളുടെയും രക്തം തെറിക്കുന്നില്ല. അതാണ് നാം ഈ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. വെളിപ്പാട് 6:1 മുതൽ കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്തൊരുത്തൻ വരുന്നു. സ്യൂഡോ ക്രൈസ്റ്റ്, ഫാൾസ് ക്രൈസ്റ്റ്, കള്ളക്രിസ്തു. അവിടെ അവൻ ഒറ്റയ്ക്കാ വരുന്നത്. എന്നാൽ യേശു നമ്മുടെ കർത്താവ് സാക്ഷാൽ മശിഹ വരുമ്പോൾ 2-ാമത്തെ പ്രത്യക്ഷതയിൽ ഒറ്റയ്ക്കല്ല, സ്വർഗത്തിലെ സകല സൈന്യവും കർത്താവിനോട് കൂടെ ഉണ്ട്. അതാണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കയറുന്നത്. വെള്ളക്കുതിരപ്പുറത്ത് കയറി യേശുവിനെ അനുഗമിച്ചു. യേശു മാത്രം കുതിരപ്പുറത്തും ബാക്കിയെല്ലാവരും കാവലറി അല്ലെങ്കിൽ ഇൻഫൻട്രി ആയിട്ട് നടന്നു അല്ല വരുന്നത്. അവരും എല്ലാവരും സ്വർഗത്തിലെ കുതിരപ്പുറത്ത് കയറിയാണ് വരുന്നത്. സ്വർഗത്തിൽ കുതിരയുണ്ടോ എന്ന് ചോദിച്ചാൽ നിത്യതയിൽ കുതിരയൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. സ്തോത്രം. സ്വർഗത്തിൽ കുതിരയൊന്നും ഇല്ല, വേണ്ട, ദൈവത്തിന് അതൊന്നും വേണ്ട. എന്നാൽ ഇത് ഒരു യുദ്ധത്തെ കാണിക്കുന്നതിന് വേണ്ടി യേശുവിനെ ഓവർകമറായിട്ട്, കോൺകററായിട്ട്, ജയാളിയായിട്ട് കാണിക്കുന്നതിന് വേണ്ടി ആ സിംബോളിസം, സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നേ ഉള്ളൂ. സ്വർഗത്തിൽ കുതിരയും കഴുതയും ആടും ഒന്നുമില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇതിൽ മാത്രം കുതിര സ്വർഗത്തിലുണ്ടോ? അപ്പൊ സ്വർഗത്തിലെ കുതിരകളും തേജസ്കരിക്കപ്പെട്ട കുതിരകളാണോ? തേജസ്കരിക്കപ്പെട്ട കുതിരയല്ലെങ്കിൽ അവിടെ പിന്നെ കുതിരയ്ക്കൊക്കെ പുല്ല് കൊടുക്കണ്ടായോ, വെള്ളം കൊടുക്കണ്ടായോ, അതിനെ കെട്ടണ്ടായോ? ഇങ്ങനൊന്നുമുള്ള ചിന്തകൾ വേണ്ട. ഇത് നമുക്ക് ഒരു സാദൃശ്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ കർത്താവിന് യാത്ര ചെയ്യാൻ ആരുടെ അല്ലെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല, കുതിരയൊന്നും വേണ്ട. ഇതൊരു സിംബോളിസം. പ്രത്യേകിച്ച് റോമൻ ജനറൽസ്, the Roman military generals who used to conquer other nations often would be marching, making a procession on white horses. യോഹന്നാൻ ഇത് എഴുതുന്ന കാലത്ത് ഇത് കാണുന്ന യോഹന്നാനും ആദ്യകാലത്തെ വായനക്കാർ, റെസിപ്പിയൻസ് ഓർ റീഡേഴ്സ്, ആദ്യകാലത്തെ സഭകൾ, വായനക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സാദൃശ്യമായിരുന്നു ഇത്. മറ്റ് രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന റോമൻ പട്ടാള മേധാവികൾ അവരെ രാജ്യം ആദരിച്ചിരുന്നത് കൈസരിയയിൽ അല്ലെങ്കിൽ റോമിൽ ഈ പറയപ്പെടുന്നത് പോലെ വെള്ളക്കുതിരപ്പുറത്ത് കയറ്റി അവരെ യാത്ര ചെയ്യിക്കുമായിരുന്നു. അപ്പം ജയാളികളുടെ വെള്ളക്കുതിരപ്പുറത്തെ യാത്രയെ അറിയാവുന്ന ജനത്തോട് കാര്യം ഗ്രഹിപ്പിക്കാൻ അതേ സാദൃശ്യം ഉപയോഗിച്ചു എന്നുള്ളു കേട്ടോ. അല്ലാതെ അവിടെ ചെന്നിട്ട് കുതിരപ്പുറത്ത് കയറാനൊന്നും ആരും പ്രതീക്ഷിക്കരുത്. അവിടെ കുതിരയും കഴുതയും മൃഗങ്ങളും ഒന്നുമില്ല, ഒന്നും വേണ്ട. ഇപ്പോഴുമില്ല, അപ്പോഴും കാണില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലെ സൈന്യവും എല്ലാം വെള്ളക്കുതിരപ്പുറത്ത് കയറി
ജയാളിയായ യേശുവിനെ അനുഗമിക്കുന്നു. അതിന്റെ ഒരു വ്യാജ പതിപ്പായിരുന്നു എതിർ ക്രിസ്തു 6-ാം അധ്യായത്തിൽ നടത്തി കാണിച്ചത്. വെള്ളക്കുതിരയും ജയാളിയും എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ വാക്യം മനസ്സിലേക്കാണല്ലോ. ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. പക്ഷെ യോഹന്നാൻ അവിടെ കുതിരകളായിട്ട് തന്നെ കാണുന്നുണ്ടോ? പക്ഷെ അതാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. കുതിരകളായിട്ട് കണ്ടതുകൊണ്ടാണ് കുതിരപ്പുറത്തെന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പഠിച്ചു വരുമ്പോൾ അത് ഒരു സിംബോളിക്കലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കണ്ടത് ഹി സിഗ്നിഫൈഡ് എന്നൊരു ഭാഷ, സൈൻ ലാംഗ്വേജ് എന്ന് നമ്മൾ അവിടെ വെച്ച് തന്നെ കണ്ടിരുന്നു. മലയാളത്തിൽ ദൈവം അവനെ കാണിച്ചു എന്നാണ്, ഇംഗ്ലീഷിൽ സിഗ്നിഫൈഡ് എന്നാണ്, സൈൻ ലാംഗ്വേജ്. ആ സൈൻ ലാംഗ്വേജ് വെളിപ്പാട് പുസ്തകത്തിലെ ചിഹ്ന ഭാഷ, സൈൻ ലാംഗ്വേജ് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ബൈബിളിലെ മൊത്തത്തിൽ തന്നെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മളിപ്പം സ്വർഗത്തിലെ ആവേശത്തിൽ സ്വർഗീയ സൈന്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങ് പോകും. പക്ഷെ അല്പം ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, വിമർശനാത്മകമായിട്ട് ചിന്തിക്കുമ്പം സ്വർഗത്തെ കുതിര ഉണ്ടാകരുതെന്ന് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ സ്വർഗത്തിൽ കുതിരയെ വളർത്തുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വന്നേക്കാം. അതുകൊണ്ട് ആദ്യമേ തന്നെ അങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാൻ പക്ഷേ കണ്ടത് തനിക്ക് എന്ത് തോന്നിയോ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രസംഗിക്കുമ്പം പറയാറുണ്ട്, ഇപ്പം 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു യേശു ക്രിസ്തു മണവാളനായിട്ട് കല്യാണം കഴിക്കാൻ വരികയാണ്. ഈ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ വ്യാഖ്യാനം അത്ര അങ്ങോട്ട് ശരിയല്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്, വടക്കേ ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം കഴിക്കാൻ കല്യാണം നടക്കുന്നത് രാത്രികളിലാണ്. എത്ര നിരക്ഷരരായ മണവാളന്മാരായാലും പാവപ്പെട്ടവരായാലും കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ബ്ലേഡ് പലിശയ്ക്ക് കാശെടുത്തോണ്ട കല്യാണം കഴിക്കുന്നതെങ്കിലും ഇവര് പെണ്ണിന്റെ വീട്ടിലോട്ട് വരുന്നത് കുതിരപ്പുറത്ത്. ഞാനതിന് ഹിന്ദിയിൽ പറയാറുണ്ട്, ഭാടേക്ക് ഘോടേമയാണ്. मगर मसीह यहाँ पर घोड़े पर है मगर भाड़े की नहीं. വാടകയ്ക്കെടുത്ത കുതിരപ്പുറത്ത് കയറിയാണ് ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിലോട്ട് എഴുന്നള്ളുന്നത്. വരണമാല്യം മാല ഇടുന്നതിന് മുമ്പ് തന്നെ കുതിരക്കാരൻ കാശും മേടിച്ചോണ്ട് കുതിരങ്ങടവും പോകും. അതുപോലെ വാടക കുതിരപ്പുറത്തല്ല യേശു വരുന്നത്. അതുപോലെ തന്നെ ഈ വടക്കേന്ത്യയില് ഈ മണവാളന്മാരെ ഏക് രാത് കാ രാജ കഹത്തെ ഹൈ, ഒരു രാത്രിയിലത്തെ രാജാവായിട്ടാണ് മണവാളന്മാരെ ചിത്രീകരിക്കുന്നത്. ഇവരുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, രാജകീയ കിരീടം പോലെ തോന്നും കണ്ടാൽ. പക്ഷേ കാശുള്ളവരൊക്കെ ആണെങ്കിൽ പല അലങ്കാരങ്ങൾ കൊണ്ടൊക്കെ വെക്കും.
അല്ലാത്തവരാണെങ്കിൽ വെറും ബേസ് ബോർഡിന്റെ ആയിരിക്കും, വെറും കാർഡ് ബോർഡിന്റെ. ഇവൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. നെഞ്ചത്തൂടെ അല്ലെങ്കിൽ അരയിൽ ഒരു വാളും കാണും. ഒറിജിനൽ അല്ല, അതും ഈ പറഞ്ഞതുപോലെ അലൂമിനിയം ഫോയിൽ പേപ്പറിന്റെ ഒക്കെ ആയിരിക്കും. ഇതെല്ലാം കൂടെ വെച്ചാണ് ഇവനെ ഒരു രാത്രിയിലെ രാജാവെന്ന് വിളിക്കുന്നത്. ആൾക്കാർ ഇങ്ങനെ വീശാൻ, പാമരം വീശാൻ ഇവന്റെ അടുക്കൽ നിൽക്കും. സേവകന്മാരൊക്കെ കാണും. അദ്ദേഹം പറഞ്ഞത് വടക്കേന്ത്യയിലെ ഒത്തിരി കാര്യങ്ങള് നമ്മുടെ ബൈബിളിലെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ യേശു നമ്മൾ കണ്ടല്ലോ, അവന്റെ തലയിൽ അനേകം രാജമുടികൾ. വാടകയ്ക്കെടുത്ത കുതിരപ്പുറത്ത് കയറിയാണ് ഇവിടുത്തെ നിരക്ഷര കുക്ഷികളായ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, വിദ്യാഭ്യാസമോ തൊഴിലോ പോലും ഒരുപക്ഷെ ഇല്ലാത്ത മണവാളന്മാരും വരുന്നതെങ്കിൽ, നമ്മള് മത്തായിയുടെ സുവിശേഷം അവസാന അധ്യായങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ രാജാധിരാജാവിന്റെ ഏകജാതനായ കുമാരന്റെ വിവാഹം അങ്ങനെയാണെങ്കിൽ എത്ര ഉത്കൃഷ്ടമായിരിക്കും. സ്തോത്രം. അനേക രാജമുടികൾ അണിഞ്ഞുകൊണ്ട് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ, അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ കാർഡ്ബോർഡിന്റെ പുറത്ത് ചുറ്റിത്തിളങ്ങുന്ന അലൂമിനിയത്തിന്റെ അല്ലെങ്കിൽ റേഡിയം വെച്ച വാളല്ല, ഇവന്റെ വായിൽ നിന്ന് 15-ാം വാക്യം വായിച്ചോളൂ. From his mouth comes a sharp sword with to strike down the nations, and he will rule them with a rod of iron. He will tread the അവന്റെ winepress. വായിൽ നിന്ന് ജാതികളെ വെട്ടുവാൻ മൂർച്ചയുള്ള വാൾ പുറപ്പെടും. സ്തോത്രം. വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ നമുക്കറിയാം. യേശു വാളൊന്നും കടിച്ചു പിടിച്ചുകൊണ്ട് വരികയല്ലോ. എന്താണെന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചതാ, ഓർമ്മ കാണുമല്ലോ. The spoken word of God, the uttered word. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് ഈ വായിലെ വാൾ. അതുകൊണ്ട് തന്നെയാണ് സൈന്യം കൂടെ ഉണ്ടെങ്കിലും യേശുവിന് യുദ്ധത്തിൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടതായി വരാത്തത്. നോ കാഷ്വാലിറ്റീസ്. യേശുവിന്റെ സൈന്യത്തിൽ ഒരാളിന് പോലും അപായം ഭവിക്കത്തില്ല. ഒന്ന്, അവരാരും മരിക്കാൻ പരുവത്തിലല്ല. ദേ ആർ നൗ ഇമ്മോർട്ടൽ, ഇൻകറപ്റ്റിബിൾ. ദ്രവത്വം മാറി, മർത്യത മാറിയവരാ. അതുകൊണ്ട് അവര് മരിക്കത്തില്ല. അത് തന്നെയല്ല, അവർക്ക് ആർക്കും യുദ്ധം ചെയ്യേണ്ടതായും വരുന്നില്ല. കാരണം ഇവിടെ ഒരു ആയുധത്തിന്റെയും ആവശ്യമില്ല. ഒറ്റ ആയുധം മതി. എന്തുവാ? കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, സ്പോക്കൺ വേർഡ്. The word that comes out of the mouth of Christ was once creative, and now it is destructive. ഒരിക്കൽ അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനം രചനാത്മകമായിരുന്നു, സൃഷ്ടിപരമായിരുന്നു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവയുണ്ടായി. എല്ലാം അവന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഇനിയും ഇവിടെ നമ്മൾ കാണുന്നു വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാൾ.
കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അന്നത് സൃഷ്ടി ചെയ്തെങ്കിൽ ഇനിയും അതെന്ത് ചെയ്യും? നശിപ്പിക്കുന്നതായിരിക്കും. അതാണ് പത്രോസ് പറയുന്നത് 2 പത്രോസ് 3:5, 2 Peter 3:5. എളുപ്പം ഒന്ന് വായിച്ചു. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലുമുളമായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. സ്തോത്രം. പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഇവയെല്ലാം ഉളവായി. എന്നിട്ട് പറയുന്നു അതേ വചനത്താൽ ഇപ്പോൾ ഉള്ളത് തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 3 കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലേ. 1, വചനത്താൽ സകലവും ഉളവായി. 2, പണ്ടത്തെ ലോകം ആ വചനത്താൽ പ്രളയത്തിൽ മുങ്ങി നശിച്ചു. 3, ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ അതേ വചനത്താൽ തന്നെ തീയ്ക്കായി സൂക്ഷിക്കുന്നു. See the word that comes out of Christ's mouth. Once it was creative, created everything visible and invisible. But now, once again, the same word will be used for utter destruction of everything that is against God's will. അതാണ് നാം ഇവിടെ കാണുന്ന കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാൾ. ശത്രു നിഗ്രഹത്തിനായി കർത്താവ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവിടുത്തെ അർത്ഥം. നമുക്കതിന്റെ അർത്ഥം സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. The last week of Jesus on earth. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപിലത്തെ അവസാനത്തെ ആഴ്ച. യെരുശലേമിലേക്ക് യേശു പ്രവേശിച്ചു കഴുതക്കുട്ടിപ്പുറത്ത് രാജാവായി. വൈകിട്ട് ബഥാന്യയിലേക്ക് പോവുക. ആ യാത്രയിൽ, ആ വഴിയിൽ ഒരു അത്തിവൃക്ഷത്തിന്റെ കാര്യം നമുക്കറിയാം. ഫലം തിരഞ്ഞു, കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ആരും ഒരു നാളും ഫലം കഴിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ മറ്റൊരു പുസ്തകത്തിൽ വായിക്കുന്നത് ശപിച്ചു എന്നാണ്. പത്രോസിന് അത്ഭുതം. കർത്താവേ, നീ ശപിച്ചത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. ക്ഷണത്തിൽ, സമയമെടുത്തില്ല. അപ്പൊ ഇവിടെ വെച്ച് തന്നെ കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്നെ ആ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്തിന്റെ ന്യായവിധിയുടെ നശീകരണത്തിന്റെ ശക്തി കണ്ടതാണ് നാം. അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ, ക്ലൈമാക്സിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു. ജാതികളെ വെട്ടുവാൻ. അവിടെ ജാതികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അർമഗദ്ദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് കർത്താവിനോട് യുദ്ധം ചെയ്യുന്ന സൈന്യത്തിന്റെ കാര്യമാണ്. വേഴ്സ് 21, 19-21 വാക്യം ഒന്ന് വായിച്ചാട്ടെ. And the rest was slain by the sword that came from the mouth of him who was sitting on the horse, and all the birds were gorged with their flesh.
Praise God. അർമഗദ്ദോൻ യുദ്ധമാണ്. യുദ്ധം തുടങ്ങിയതും ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പിടിച്ചു. പിന്നെ ശേഷിക്കുന്നത് പട്ടാളക്കാരാ. അവരെ എന്ത് ചെയ്തെന്നാണ് 21-ാം വാക്യം. ശേഷിച്ചവരെ എന്ന് പറഞ്ഞാൽ എതിർ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കൂടാതെ ക്രിസ്തുവിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വന്ന മനുഷ്യർ, അവരാണ് ശേഷിച്ചവർ. അവരെ എന്ത് ചെയ്തു? 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ട കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്താൽ അഥവാ വാളിനാൽ അവരെ സംഹരിച്ചു, അവരെ കൊന്നു. അപ്പോൾ ഇവിടുത്തെ മൂർച്ചയുള്ള വാൾ കർത്താവിന്റെ വായിൽ എന്ന് പറയുന്നത് ന്യായം വിധിക്ക് അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിന് കർത്താവ് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കർത്താവിന് വേറെ ഒരു കാര്യവും നടത്തണ്ട, ഇവിടെ ഒരായുധവും പ്രയോഗിക്കണ്ട. നോ നീഡ് ഓഫ് യൂസിങ് armors or ammunition here, weapons here. Simply the words coming out of Christ's mouth will be enough to do with everything he wants to. അതാണ് ഈ മണവാളന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തല വാൾ, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. ജാതികളെ വെട്ടുവാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 21-ാമത്തെ വാക്യത്തിൽ നിന്ന് കണ്ടു. അർമഗദ്ദോൻ യുദ്ധത്തിൽ യേശുക്രിസ്തുവിനെതിരായി കള്ളക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടും ചേർന്ന് അണിനിരക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ നിഗ്രഹത്തിന് വേണ്ടി, അതാണ് അവിടുത്തെ അർത്ഥം. പിന്നെ ജാതികളെ ഭരിക്കുവാൻ അവന്റെ കയ്യിൽ ഇരുമ്പുകോൽ. 2-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നമുക്ക് മനഃപ്പാഠമായിരിക്കുമല്ലോ. സ്തോത്രം. സകല ജാതികളെയും യേശു ഭരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ സാർവത്രിക യൂണിവേഴ്സൽ റെയിൻ, സാർവത്രിക ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇരുമ്പുകോൽ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാര് ഗുണ്ടകൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് കമ്പി കൊണ്ടൊന്നും നടക്കുന്നതായിട്ടൊന്നും ചിന്തിക്കല്ലേ. The iron rule Jesus will execute upon the Gentiles. ജാതികളുടെ മേൽ യേശു ക്രിസ്തു ഉപയോഗിക്കുന്ന അധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത്. യേശു കർത്താവിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വായിൽ വാളുമില്ല, കയ്യിൽ ഇരുമ്പ് കമ്പിയില്ല, ലാത്തിയൊന്നുമില്ല. ഇപ്പോഴൊക്കെ ഈ ഓൺലൈനിലൊക്കെ മിക്കവാറും അഡ്വർടൈസ്മെന്റ്സ് കാണാം. ഇത്ര ഒരെണ്ണം നിങ്ങളുടെ വണ്ടിയിൽ വെച്ചേക്ക്, ഇതാ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഇന്നതുപോലെ ഈ വാൾ അല്ലെങ്കിൽ ഈ കമ്പി ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കമ്പി വടിയും കൊണ്ടൊന്നും അല്ല യേശു നടക്കാൻ പോകുന്നത്. പക്ഷെ യേശുവിന്റെ അധികാരവും ഭരണവുമാണ് അവിടെ വ്യക്തമാക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ സർവലോകത്തെയും ഭരിക്കുന്ന ഭരണാധിപത്യം, അതാണ് അവിടുത്തെ ഇരുമ്പുകോൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. മറ്റേ നമ്മൾ കണ്ടതാണ് സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മതിക്കുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ കൂട്ടത്തിലെ അവസാന വാക്യമാണ് 16-ാമത്തെ വാക്യം. രാജാധിരാജാവും കർത്താധികർത്താവുമെന്ന്
അവന്റെ തുടമയിലും ഉടുപ്പിന്മേലും എഴുതിയിരിക്കുന്നു. Who Jesus is. ഞാൻ പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യയിലെ മണവാളന്മാര് ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രം ധരിച്ച് വാടക കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്ന ഒരു രാത്രിയിലത്തെ രാജാവാണ്. അടുത്ത ദിവസം രാവിലെ അവരുടെ വാളും അവരുടെ തൊപ്പിയുമൊക്കെ അടുത്ത വീട്ടിലെ പിള്ളേര് തട്ടിക്കളിക്കുന്നത് കാണാം. ഭാര്യയുടെ അടുക്കൽ പോലും അവൻ രാജാവാണെന്നും പറഞ്ഞ് നിൽക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ്, അവൻ വരുന്നത് ഒരു രാത്രിയിലെ രാജാവായിട്ടല്ല, രാജാക്കന്മാരുടെ രാജാവായിട്ടും പ്രഭുക്കന്മാരുടെ പ്രഭുവായിട്ടും ദേവന്മാരുടെ മേൽ സ്തോത്രം മഹാദൈവമായിട്ടുമാണ്. രണ്ട് കാര്യങ്ങൾ എവിടെ പറഞ്ഞിരിക്കുന്നത്? രാജാധി രാജാവ്, കർത്താധി കർത്താവ്. സ്തോത്രം. ഇംഗ്ലീഷിൽ എഴുതുമ്പം ശ്രദ്ധിച്ചോണം, കിങ് ഓഫ് കിങ്സ്. കിങ് എന്നുള്ളതിന്റെ ആദ്യത്തെ കെ വലുതായിരിക്കണം, കിങ്സിന്റെ കെ ചെറുതായിരിക്കണം. ചിലരാണെങ്കിൽ രണ്ടും ചെറുതെഴുതും, ചിലരാണെങ്കിൽ രണ്ടും വലുത് എഴുതും. രണ്ടും തെറ്റാണ്. അതുപോലെ തന്നെ ലോർഡ് ഓഫ് ലോർഡ്സ്, ലോർഡ് എന്നുള്ളതിന്റെ എൽ ക്യാപിറ്റലും ലോർഡ്സിന്റെ എൽ സ്മോളും ആയിരിക്കണം. ലോർഡ് ഓഫ് ലോർഡ്സ്. അവിടെയും നമ്മൾ കാണുന്നത് സകലത്തിന്റെ മേലുമുള്ള യേശുവിന്റെ കർത്തൃത്വത്തെ. ഇതാണ് ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തിയത്. എന്നാൽ യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ അവന്റെ വായിൽ നാക്കുപോലും ഉണ്ടായിരുന്നോന്ന് നമുക്കറിയില്ല. പീലാത്തോസൊക്കെ ആവർത്തിച്ചു പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് പറ. മിണ്ടിയില്ല. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശുവായിരുന്നു. അവന്റെ മൗനം നിമിത്തം അവന് ന്യായം ലഭിക്കാതെ പോയി. എന്നാൽ അങ്ങനെയല്ല, ഇനി അവൻ വരുമ്പോൾ മിണ്ടാതെ കുഞ്ഞാടിനെ പോലെ നിൽക്കുന്നവനല്ല. സ്തോത്രം. അതാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത്. യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നായിരുന്നു യഹൂദന്മാരുടെ ആരോപണം. എന്നാൽ ഇവിടെ പറയുന്നു, അവൻ പറഞ്ഞതല്ല, അവൻ അങ്ങനെ തന്നെയാണ്. യഹൂദന്റെ മാത്രമാണോ? അല്ല, സകല ലോകത്തിന്റെയും. മനുഷ്യരുടെ മാത്രമാണോ? അല്ല, സകല ദൈവങ്ങളുടെ മേലും അവൻ ദൈവമാണ്. സകല രാജാക്കന്മാരുടെ മേലും അവൻ രാജാവാണ്. 1 5-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ നമുക്ക് ഓർമ്മ കാണും. 1-ാം അധ്യായത്തിൽ റെവലേഷൻ 1:5 and 6 അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു. സ്തോത്രം. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ. ക്രൈസ്റ്റ് ഈസ് സെറ്റ് ടു ബി the ruler over all the kings of the earth, including gods. ലോകത്തുള്ള സകല ദൈവങ്ങളുടെ മേൽ പോലും ദൈവത്വം, സകല രാജാക്കന്മാരുടെ മേലും രാജത്വം, സകല പ്രഭുക്കന്മാരുടെ മേലും കർത്തൃത്വവും നടത്തുന്നവനായി നമ്മുടെ കർത്താവിന്റെ 2-ാമത്തെ പ്രത്യക്ഷതയാണ് നാം ഇവിടെ കാണുന്നത്. സകല സൃഷ്ടിയുടെയും ആശ ഈ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. നാമും അന്ന് അവനോടുകൂടെ തേജസ്സിൽ പ്രത്യക്ഷരാകും. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരും.